ജില്ലയിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച് കൃത്യം 3 വർഷം പിന്നിടുമ്പോൾ ആദ്യ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ 39 കിലോമീറ്ററിൽ 85% പ്രവർത്തികൾ പൂർത്തിയായതിനാൽ ഏപ്രിൽ മെയ് മാസത്തിൽ തുറന്നു കൊടുക്കേണ്ടിയിരുന്ന ദേശീയപാത ഉദ്ഘാടനം ഈ വർഷം അവസാനത്തേക്ക് നീണ്ടേക്കും. നിർമ്മാണത്തിന് 3 വർഷത്തെ കരാറാണ് നൽകിയിരുന്നതെങ്കിലും പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്താൻ ഇനിയും 6 മാസം കൂടി സമയമെടുക്കുമെന്നാണ് കരുതുന്നത്. ജില്ലയിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച് കൃത്യം 3 വർഷം പിന്നിടുമ്പോൾ ആദ്യ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ 39 കിലോമീറ്ററിൽ 85% പ്രവൃത്തികൾ പൂർത്തിയായതിനാൽ ഏപ്രിൽ മെയ് മാസത്തിൽ തുറന്നുകൊടുക്കേണ്ടിയിരുന്ന ദേശീയപാത ഉദ്ഘാടനം ഈ വർഷം അവസാനത്തേക്ക് നീണ്ടേക്കും. നിർമ്മാണത്തിന് 3 വർഷത്തെ കരാറാണ് നൽകിയിരുന്നതെങ്കിലും പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്താൻ ഇനിയും 6 മാസം കൂടി സമയമെടുക്കുമെന്നാണ് വിവരം. അതോടെ 2025 നവംബർ 18 ആകുമ്പോഴേക്കും 4 വർഷം തികയും. ഈ സമയത്ത് ഉദ്ഘാടനം നടത്താനാണ് സാധ്യത. 2021 നവംബർ 18-നാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലമാണ് കാസർഗോഡ് ഒരുങ്ങുന്നത്. ഇതിന്റെ ജോലിയും ഏകദേശം 85% പൂർത്തിയായിട്ടുണ്ട്. കറന്തക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നീളുന്ന 1.13 കിലോമീറ്റർ നീളമുള്ളതാണ് ഫ്ലൈ ഓവർ ബ്രിഡ്ജ്. 30 തൂണുകളിലായാണ് പാലം സ്ഥാപിച്ചിട്ടുള്ളത്. ഉപ്പളയിലെയും ഫ്ലൈ ഓവർ ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ 75% മാത്രമേ ജോലി പൂർത്തിയായിട്ടുള്ളൂ. ഇതിനിടെ ജില്ലയിലെ 10 ഫുട് ഓവർ ബ്രിഡ്ജുകളിൽ വിദ്യാനഗറിലും മൊഗ്രാൽ പുത്തൂർ കല്ലങ്കയിലും മേൽപ്പാലങ്ങൾ തുറന്നുകൊടുത്തിട്ടുണ്ട്. പെരുവാട് നിർമ്മാണം നടന്നുവരുന്നു. മുട്ടം ഗേറ്റ്, ബന്ദിയോട്, മംഗൽപാടി, ഉപ്പള സ്കൂൾ പരിസരം, ഭഗവതി ഗേറ്റ്, മഞ്ചേശ്വരം, തുമിനാട് എന്നിവിടങ്ങളിലാണ് മറ്റ് ഫുട് ഓവർ ബ്രിഡ്ജ് ഉള്ളത്. 8 പാലങ്ങളുടെ പണികൾ ഏകദേശം പൂർത്തിയായി വരുന്നു. 19 അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തിയായി. ഇവിടെയും മിനുക്കുപണികൾ ബാക്കിയുണ്ട്. 60 മെർജിംഗ് പോയിന്റുകളുടെ നിർമ്മാണത്തിൽ മാത്രം മെല്ലെപ്പോക്ക് തുടരുന്നു. ദേശീയപാതയിൽ നിന്ന് വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങാനും കയറാനുമാണ് ഈ സംവിധാനം. ഇരുഭാഗങ്ങളിലുമായി 30 വീതം മെർജിംഗ് പോയിന്റുകളാകും ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.